വീഡിയോ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ്. കാര്യം കാണാൻ കഴുത്തുകാലം പിടിക്കണം. കാര്യം നേടാൻ നിന്ദ്യരായവരെ പോലും ആശ്രയിക്കേണ്ടി വരും. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് പലരുടെയും സഹായം വേണ്ടിവരും. സമൂഹജീവിയായ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്തു തീർക്കാൻ വരില്ല. കാര്യസാധ്യത്തിനായി നാം കഴിവുള്ളവരെയാണ് സാധാരണയായി ആശ്രയിക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നാം നിസ്സാരന്മാരായി ഗണിക്കപ്പെടുന്നവരുടെയും സഹായം ആവശ്യമായി വന്നേക്കും. അതിന് നമ്മുടെ അഭിമാനം സമ്മതിച്ചെന്ന് വരികയില്ല. എന്നാൽ അവരെ കൂടാതെ കാര്യം നടക്കുകയുമില്ല എന്ന ഘട്ടം വന്നു ചേർന്നാൽ ഗത്യന്തരമില്ലാതെ അവരെയും നാം ആശ്രയിച്ചു പോകും. സതിയുടെ ആത്മത്യാഗത്തിൽ ദുഃഖിതനായ പരമേശ്വരൻ ഹിമവാനിൽ തപസമാധി മുഴുകിക്കഴിയുന്ന അവസരത്തിലാണ് താരകാസുരൻ്റെ ശല്യം വർദ്ധിച്ചു വന്നത്. അവനാകട്ടെ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാനാകൂ എന്ന്. ശിവനാണെങ്കിൽ തപസ്സിനും ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ദേവേന്ദ്രൻ തന്നേക്കാൾ വളരെ താഴ്ന്ന സ്ഥാനീയനായ കാമദേവൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതനായി. കാമദേവൻ പ്രയത്നിച്ചാലേ ശിവനെ ഒരു വിവാഹത്തിലേക്ക് നയിക്കാൻ സാധിക്കും. അതിനാൽ ഇന്ദ്രൻ തൻ്റെ പദവിയും സ്ഥാനമാനങ്ങളുമൊക്കെ മറന്നുകൊണ്ട് കാമദേവൻ്റെ സഹായം തേടി. അങ്ങനെയാണ് ശിവൻ പാർവതി വിവാഹം കഴിച്ചതും സുബ്രഹ്മണ്യൻ്റെ ജന്മം ഉണ്ടായതും തുടർന്ന് താരകാസുരനെ കൊന്നതും. അപ്പോൾ കാര്യം കാണാൻ നിസ്സാരനെയും ആശ്രയിക്കേണ്ടി വരുമെന്നതിന് ദൃഷ്ടാന്തമായല്ലോ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.